അപ്പൊ എന്തുകൊണ്ടാണ് ഈ കറുപ്പ് വരുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് സ്കിൻ ഡിസീസസ് നമ്മളെ ഇന്റേണൽ ബോഡിക്കകത്തുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു 2% കോളിജിക് ആസിഡ് ഫേസ് സീറം ആണ്. പക്ഷേ നിങ്ങൾക്ക് മുറിവായിട്ടാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ആ ഒരു കറുപ്പ് മാറ്റാം. പിന്നെ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഫാർമസിയിൽ തന്നെ ഇതിന് പറ്റിയ ക്രീമുകൾ കിട്ടും. എന്നാലും ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നേക്കാളും ഈ റോൾ ഓൺസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അത് അഴുക്കല്ല. അടുത്ത ഏറ്റവും അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആ സ്കിന്നിലാണ് നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള pH ഉള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ആസിഡ് എടുത്തിട്ട് പുറത്തൊഴിച്ചാൽ എന്തായാലും അതേ അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. സ്കിൻ തിക്നെസ് അല്ല ഇവിടുത്തെ പ്രശ്നം, സ്കിന്നിന്റെ pH ആണ്. രണ്ടാണ്. പക്ഷെ ഞാനും ആ കൗതുകം കൊണ്ട് ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്, അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചത് കൊണ്ടും പിന്നെ ഞാൻ ഇപ്പൊ ഒരുപാട് റിസർച്ച് അതിലോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. നമ്മൾ DIY പറഞ്ഞുതരാൻ അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ കടലമാവില്, ഹായ്, ഞാൻ ലക്ഷ്മികൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഉള്ള കറുപ്പ്, ആ തൊലിയുടെ കറുപ്പില്, അതിനെ പറ്റിയിട്ടാണ്. അതെങ്ങനെ മാറ്റാം, എന്തുകൊണ്ടാണ് വരുന്നതിനൊക്കെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ആ ഒരു കറുപ്പ് വരുന്നത് സത്യത്തിൽ നോർമലാണ്. പക്ഷെ നോർമൽ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ നാച്ചുറൽ സ്കിന്നിന്റെ കളറിനേക്കാളും 1 ഷെയ്ഡോ 2 ഷെയ്ഡോ ഡീപ്പായിട്ട് വന്നാൽ അത് നോർമലാണ്. അതിന് പുറത്തോട്ട് വരുമ്പോൾ, അതായത് നമുക്ക് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന ടൈപ്പ് കറുപ്പ് വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്തത് മാറ്റേണ്ടത്. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി നോർമലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോൺ ആണെങ്കിൽ, ഇന്ത്യൻ അല്ലെങ്കിൽ സ്കിൻ ഓഫ് കളർ എന്ന് ഞാൻ എപ്പോഴും പറയുന്നവരാണ് സ്കിൻ ഓഫ് കളർ. അതായത് വെള്ളക്കാരല്ല, നമ്മൾ യെല്ലോ സ്കിൻ ടോണിലുള്ള ആൾക്കാർ, നമ്മൾ ബ്രൗൺ സ്കിൻകാർ, അല്ലെങ്കിൽ ബ്ലാക്ക് സ്കിൻ, അങ്ങനെയൊക്കെ ഉള്ള, അതായത് ആഫ്രിക്കൻ, ഏഷ്യക്കാർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ കറുപ്പ് സ്കിന്നിൽ വരുന്നത്. അപ്പൊ അവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കറുപ്പ് വരുന്നത് നോർമലാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് എടുത്ത് കാണിക്കുന്ന കറുപ്പ് വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റേണ്ടത്. എന്തുകൊണ്ടാണ് ഈ കറുപ്പ് വരുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഒരു 4-5 കാരണങ്ങൾ കൊണ്ടാണ് ഈ കറുപ്പ് വരുന്നത്. ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൈ ഇങ്ങനെ കുത്തി നിന്നിട്ട്, ഓഫീസിലാണെങ്കിൽ കൈ കുത്തി നിന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടു പണിയെടുക്കാൻ വേണ്ടി കൈ കുത്തി നിൽക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ കറുപ്പ് വരാം. അല്ലെങ്കിൽ കാൽമുട്ട് കുത്തി നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് കാലൊക്കെ കുത്തി നിൽക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കാൽമുട്ടിലും കറുപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വരും. എനിക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അതിന് രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ ഇഷ്കീമിയ, അതായത് നമുക്ക് അലർജി ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചിട്ട് ചൊറിച്ചിൽ വരത്തില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചൊറിച്ചിലുണ്ടെങ്കിൽ ആ ചൊറിച്ചിൽ പിന്നെ അത് കറുപ്പായിട്ട് മാറും. പിന്നെ അടുത്ത റീസൺ എന്ന് വെച്ചാൽ സോറിയോസിസ്, അതായത് അലർജി പോലെ തന്നെയാണ് ഇഷ്കീമിയ പോലെ തന്നെ ഒരു ചൊറിച്ചിലാണ്. പക്ഷെ റെഡ് കളറിലായിരിക്കും ആ ചൊറിച്ചിൽ വരുന്നത്. സ്കിന്നിൽ വരുന്ന ഒരു ചൊറിച്ചിലാണ്. അതിന്റെ പടം ഞാൻ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻകാർക്കാണ് ഇത് വരുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കറുപ്പ് വരാം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ്. ഇപ്പം നേരത്തെ എൻ്റെ മറ്റേ അണ്ടർ ആം ഡാർക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ നെക്കിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷന്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് എന്താണെന്ന് അറിയാം. കാണാത്ത ആൾക്കാർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്ത് ഡയബറ്റിക് മെൽറ്റസ് എന്ന് പറയുന്ന, അതായത് നമുക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ, ഇൻസുലിന്റെ അളവ് കുറഞ്ഞിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ സ്കിൻ ഒരു വെൽവെറ്റി ടെക്സ്ചർ ആയിട്ട് അടുത്ത സ്കിൻ തിക്കാവും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കറുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ ബോഡി വെയിറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കറുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് ഈ കറുപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡയബറ്റിക് ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ വിറ്റാമിൻ B12 അല്ലെങ്കിൽ വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് സ്കിൻ ഡിസീസസ് നമ്മളെ ഇന്റേണൽ ബോഡിക്കകത്തുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡെഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോമിനന്റ് ആയിട്ട് വരുന്ന കോസസ്. പിന്നെ നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഫ്രിക്ഷൻ കാരണമാണ് വരുന്നതെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക്. അപ്പൊ അതൊന്നും ഒരു റീസൺ അല്ല, അത് നമുക്ക് അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ഡെനം ഡ്രസ്സൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൂസായിട്ട് ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതൊക്കെ പാഷനാണ്, അതൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ്നസ് കിട്ടും. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. അതിന് സ്കിൻ കെയറായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഡാൻസ്, പ്രാർത്ഥന, ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ നല്ലൊരു ക്രീം ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ആ കറുപ്പ്
മാറ്റാൻ പറ്റും, ടെൻഷൻ അടിക്കില്ല. എനിവേസ്, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കാരണങ്ങൾ. ആദ്യം ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് കാരണം എന്ന് നോക്കിയിട്ട് ആ കാരണത്തിന് നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് വീണിട്ടല്ല ആ കറുപ്പ് വന്നിട്ടുള്ളെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ യൂറിയ എന്ന് പറയും, യൂറിയ, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കറുപ്പ് മാറ്റാം. അതല്ല നിങ്ങൾ വീണിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ അതൊക്കെ യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെലാനിൻ എന്ന് പറയുന്ന കണ്ടന്റ്, മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് കളർ തരുന്ന സാധനം, അതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രീമുകൾ അല്ലെങ്കിൽ സെറംസ് യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ അല്ലാത്തത് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിക്ഷൻ കാണാം, അതായത് ഒരുപാട് നേരം നിന്നിട്ട് അല്ലെങ്കിൽ കൈമുട്ടും കാൽമുട്ടും കുത്തി നിന്നിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മെലാനിനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും യൂസ് ചെയ്യേണ്ട. അതിന് പകരം നിങ്ങൾക്ക് യൂറിയ, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ മുറിഞ്ഞിട്ടാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, മുറിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് വരുന്നത്, അവിടെ മെലാനിൻ വേണം. കാരണം നമുക്ക് മുറിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സ്കിൻ ഒരുപാട് എക്സസ് ആയിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ മെലാനിനെ തടയാനായിട്ടാണ് തൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് മെലാനിന്റെ പ്രൊഡക്ഷൻ മുറിയുമ്പോഴാണ് മെലാനിൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ തടയാനായിട്ട് മെലാനിൻ ഉണ്ടാക്കുന്ന എൻസൈമിനെ തടയുക എന്നുള്ളതാണ്. ആ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് ടൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈം. ഈ ടൈറോസിനേസിനെ തടയുന്നതാണ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. ഇത് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോജിക് ആസിഡ് അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ അങ്ങനെയുള്ള ക്രീമുകൾ യൂസ് ചെയ്യും. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു 2% കോജിക് ആസിഡ് ഫേസ് സീറം ആണ്. പക്ഷേ നമുക്കിത് നിങ്ങൾക്ക് മുറിവായിട്ടാണ് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഒരുവിധം ആ ഒരു കറുപ്പ് മാറ്റാം. അതല്ല നിങ്ങൾക്ക് ഒരു തൊലിയുടെ കട്ടി കൂടുതലായതുകൊണ്ടാണ് ഉണ്ടായെങ്കിൽ നിങ്ങൾ ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, യൂറിയ പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ക്രീമുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഫാർമസിയിൽ തന്നെ ഇതിന് പറ്റിയ ക്രീമുകൾ കിട്ടും. സെറീന, സെറോ ക്ലിയർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള 2-3 ക്രീംസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ആമസോണിൽ കിട്ടുന്ന അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഈ 2 ക്രീമിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 2ലും യൂറിയ, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇത് നിങ്ങൾ കോൺസ്റ്റന്റ് 3 months എങ്കിലും യൂസ് ചെയ്യണം. പിന്നെ മാത്രമല്ല ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. 3 months നൈറ്റ്ലി യൂസ് ചെയ്യാം. മാത്രമല്ല നിങ്ങളിപ്പം ഷോർട്ട് സ്കേർട്ട്സ് അല്ലെങ്കിൽ മുണ്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കയ്യിലാണെങ്കിൽ നിങ്ങൾ കൈ സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ഡ്രസ്സൊക്കെയാണ് ഇടുന്നതെങ്കിൽ കയ്യിലൊക്കെ നന്നായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ലാക്റ്റിക് ആസിഡിനൊക്കെ നമ്മുടെ ഒരു പീലിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ വെച്ചാൽ അതൊരു എക്സ്ഫോളിയേഷൻ നടക്കുകയാണ്. നമ്മുടെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഓൾറെഡി ഡാർക്ക് ആയിട്ടിരിക്കുന്ന സാധനമല്ലേ, നമ്മൾ ടാനിങ്ങും കൂടെ അടിച്ചിട്ട് എക്സ്ട്രാ ഡാർക്ക് ആക്കണം എന്നുള്ളതാണ് ഞാൻ സൺസ്ക്രീൻ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് 12%, 6% ക്രീം കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോളിക് ആസിഡ് 6% ആണ്. ഇത് ഒരു അത്യാവശ്യം നല്ലതാണ്. നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുക. നൈറ്റിൽ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീക്ക്ലി വൺസ് നിങ്ങൾ കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കൈമുട്ടിലും കാൽമുട്ടിലും എന്താണ് കെമിക്കൽ പീൽ എന്ന് അറിയണം, എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐക്കാർഡ് ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഐക്കാർഡ് കൊടുക്കാവുന്ന കയറി കണ്ടു നോക്കുക. അത് ഞാൻ ഫേസിൽ ചെയ്യുന്നതാണ്. സെയിം എക്സാക്ട് സാധനം നമ്മൾ കയ്യിൽ ചെയ്താൽ മതി. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇതൊരു റോൾ ഓൺ ആണ്. ബോഡി വേസിന്റെ HIBH അണ്ടർ ആം റോൾ ഓൺ ആണ്. ഇതും നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് മോയ്സ് ക്രീമോ ഒന്നും യൂസ് ചെയ്യണ്ടെങ്കിൽ ഈ 4% കുറച്ച് 4% ഉള്ളൂ. എന്നാലും ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നേക്കാളും ഈ റോൾ ഓൺസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. തിക്കാണ്, ഒരുപാട് എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല, എന്നാലും ലൈക്ക് ഒന്നും ഇല്ലാത്തക്കാലം നല്ലതല്ലേ എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ റോൾ ഓൺസ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇത് ഒരുവിധം ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ അണ്ടർ ആമിനാണ്. അപ്പം അത്രയും കട്ടി കുറഞ്ഞ സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ 4% യൂസ് ചെയ്യുന്നത്. മറ്റടുത്ത് നമുക്ക് നല്ല കട്ടി വേണം. 12% യൂസ് ചെയ്യേണ്ട സ്ഥലത്താണ് ഞാൻ ഈ 4%. ഒന്നും യൂസ് ചെയ്യേണ്ട അതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോൾ ഓൺ എങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനി നിങ്ങൾ ചെയ്തുകൂടാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ചെയ്തുകൂടാന്ന് വെച്ചാൽ മാക്സിമം പറ്റുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നെന്ന് വെച്ചാൽ കൈമുട്ടിങ്ങനെ കുത്തി നിൽക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്താ പറയുന്നത് ജോലിയായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ അത് ഹാബിറ്റ് ആണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു കറുപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് റെഗുലർ ആയിട്ട് ഇടുന്നത് ഒഴിവാക്കുക. ഫുൾ കൈയൊക്കെ റെഗുലറായിട്ട് ടൈറ്റായിട്ട് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ഇടുന്നതാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ഫുൾ കൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ അടുത്ത മൂന്നാമത്തേന്ന് വെച്ചാൽ
ഓക്കെ, അത് അഴുക്കല്ല. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കറുപ്പ് കാണുമ്പോൾ നമ്മൾ അഴുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ബേക്കിൽ കുട്ടിയൊക്കെ കറുപ്പ് ഉണ്ടെങ്കിൽ ചില സമയത്ത് കുട്ടിയൊക്കെയല്ല വലുതാകുമ്പോൾ നമുക്ക് ആ കറുപ്പ് കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഉരച്ച് കഴുകാൻ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഉരച്ചിട്ട് അത് അഴുക്കിരിക്കുന്നു. അത് അഴുക്കല്ല. ജസ്റ്റ് ഇപ്പം നിങ്ങൾ തുടയ്ക്കുമ്പോൾ ഒരു അഴുക്ക് വന്ന് ചിലപ്പോൾ ഒരു ചുറ്റി അഴുക്ക് ഉണ്ടായിരിക്കും. അത് നമ്മളപ്പോൾ വിയർത്തിട്ടൊക്കെ നിങ്ങൾ വിയർത്തിട്ടിരിക്കുന്ന ഒരാളെ പിടിച്ചിട്ടായിരിക്കും ഇതാവുന്നത്. നിങ്ങൾ കുളിച്ചിറങ്ങിയ ഒരാളുടെ കഴുത്ത് തുടച്ചു നോക്കുക, കറുപ്പുള്ള ഒരാളുടെ കഴുത്ത് തുടച്ചാൽ നിങ്ങൾക്ക് ആ കറുപ്പ് കിട്ടത്തില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അത് കറുപ്പല്ല, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഡാർക്ക്നെസ് ആണ്. ചിലപ്പോൾ അത് സ്കിൻ തിക്നെസ് കൂടിയതുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ട് ഡീപ്പായ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക്കോ എന്തെങ്കിലും വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളതായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നിങ്ങളിങ്ങനെ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ അത് പോവത്തില്ല, അത് അഴുക്കല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ മുറിവുണ്ടാവത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ കുറേ നേരം ഉരച്ച് അത് അവസാനം മുറിവായിട്ട് അവിടെ ചിലപ്പോൾ ആ ഡാർക്ക്നെസ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സ്ഥലത്ത് മുറിവുണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെലാനിൻ പ്രൊഡക്ഷൻ കൂടും. മെലാനിൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മുടെ സ്കിൻ ഡാർക്കാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഏറ്റവും അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാതിരിക്കുക. കോഫി സ്ക്രബുകൾ ഇതൊന്നും ഉപയോഗിക്കരുത്. കാരണം ബേക്കിംഗ് സോഡയിലും ബേക്കിംഗ് പൗഡറിലും ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ലെമണിലിട്ട് കഴിയുന്ന ഇവിടെ ഉരയ്ക്കുന്നതാണല്ലോ നമ്മുടെ ഒരു കർത്തവ്യം. അതായത് അത് കറുപ്പ് മാറ്റാനുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും എന്നൊക്കെ പറയുന്നതാണല്ലോ. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ സ്കിൻ ഡ്രൈ ആകുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് നമുക്ക് തോന്നിക്കുന്നതാണ്. അത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല, ഒന്നാമത്തെ. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ബേസിക് നേച്ചറാണ്. അതായത് അതിൻ്റെ pH, നമ്മുടെ വെള്ളത്തിൻ്റെ pH 7 അതുപോലെ നമ്മുടെ സ്കിന്നിന് ഒരു pH ഉണ്ട്, അതൊരു 4.25 അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു 4, 5, 6 അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്കിന്നിൻ്റെ pH നിൽക്കുന്നത്. ആ pH, അതായത് ന്യൂട്രൽ ടു അസിഡിക് pH ആണ് നമ്മുടെ സ്കിന്നിനുള്ളത്. ആ സ്കിന്നിലാണ് നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള pH ഉള്ള, അത് ഏറ്റവും ഉയരത്തെ pH, അതായത് 9 12 ഇടയിൽ pH ഉള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടുന്നത്. അടുത്ത രണ്ടാമത്തെ ലെമൺ ജ്യൂസ്. ലെമണിന്റെ pH എന്ന് പറയുമ്പോൾ 2.2, 2.4 അങ്ങനെയൊക്കെയാണ്. ഭയങ്കര അസിഡിക്കാണ്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ആസിഡ് എടുത്തിട്ട് പുറത്ത് ഒഴിച്ച് എന്തായിരിക്കും അതേ അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. പക്ഷെ അത് ചെറിയ രീതിയിലായതുകൊണ്ട് നമുക്ക് ആ ഒരു മുറിവ് മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ബേൺ നമുക്ക് മനസ്സിലാവാത്തതാണ്. പക്ഷെ നമ്മുടെ സ്കിന്നിന് അത് നന്നായിട്ട് മനസ്സിലായിട്ട് സ്കിൻ ഡാർക്ക് ആയിക്കോളും, വിഷമിക്കണ്ട. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഉരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര അഴുക്ക് കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ റിയാക്ഷൻ കാരണം നമ്മുടെ സ്കിന്നിൽ ഡീപ് ബേൺസ് ഉണ്ടാവും. എക്സാമ്പിൾ എങ്ങനെയാന്ന് വെച്ചാൽ, ചില സമയത്ത് നിങ്ങൾ ഒരിക്കുമ്പോൾ ചില ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് ന്യൂട്രലായിട്ട്, അതായത് 7 ഒന്നും ഉണ്ടാവാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തോന്നിയിട്ടങ്ങ് പോകും. അത് അങ്ങനെയാണെങ്കിൽ ഫൈൻ, കുഴപ്പമില്ല. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പൊടിയിൽ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ അതിങ്ങനെ ഉണ്ട വരത്തില്ലേ, ഒരു ഉണ്ട കെട്ടത്തില്ലേ. ഈ ഉണ്ട കെട്ടുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇങ്ങനെ ഉണ്ട കെട്ടും. ഈ ഉണ്ട കെട്ടുമ്പോൾ അവിടെ ബേക്കിംഗ് പൗഡറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കുമല്ലോ. ഇതൊരു സ്ഥലത്ത് കുറേ നേരം നമ്മൾ 10 മുതൽ 15 അല്ലെങ്കിൽ 5 മുതൽ 6 മിനിറ്റ് വരെ വെക്കുമ്പോൾ ആ സ്ഥലത്ത് ഡീപ്പായിട്ട് ബേൺ ഉണ്ടാകും, അതായത് നല്ല രീതിയിൽ പൊള്ളും. ഈ പൊള്ളുമ്പോഴും സ്കിൻ ഇഞ്ചുറി ഉണ്ടാകും, ഡാർക്ക്നെസ് കൂടും. അപ്പം അതൊരിക്കലും നിങ്ങൾ ചെയ്ത് ഇപ്പം ഞാൻ ഇപ്പം പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരുവിധം കുറേ ആൾക്കാരത് തിരുത്തി തുടങ്ങിയിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ഫേസിൽ ഇടരുത് എന്ന് കുറേ പേര് യൂട്യൂബിൽ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇതിൽ പറഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ സെയിം ഫേസിൽ ഇടണ്ടെന്ന് പറയുന്ന ആൾക്കാർ പറയും നിങ്ങൾക്ക് ബാക്കി എല്ലാ ഭാഗത്തും യൂസ് ചെയ്യും, കാരണം ബാക്കി എല്ലായിടത്തും സ്കിൻ തിക്നെസ് കൂടുതലാണ്. സ്കിൻ തിക്നെസ് അല്ല ഇവിടുത്തെ പ്രശ്നം, സ്കിന്നിൻ്റെ pH ആണ്. രണ്ടാണ്. നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലാസ്സിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും വെള്ളത്തിന്റെ pH 7 തന്നെയാണ്. അതിന്റെ കട്ടിയിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ അതുമായിട്ട് നമ്മുടെ ഈ ഒരു pH ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ തിക്നെസ് കമ്പയർ ചെയ്യരുത്. രണ്ടും രണ്ടാണ്. അപ്പൊ നിങ്ങൾ എത്ര കട്ടിയുള്ള സ്കിന്നായാലും എത്ര കട്ടി കുറഞ്ഞ സ്കിന്നായാലും നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ആസിഡ് pH ആൽക്കലൈൻ pH ഉള്ള സാധനം യൂസ് ചെയ്യരുത്. പക്ഷെ സ്കിന്നിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഡോക്ടേഴ്സൊക്കെ പറയുന്നതാണെങ്കിൽ ഫൈൻ. ഇപ്പൊ ഡെർമറ്റോളജിസ്റ്റിൽ ടെസ്റ്റഡ് എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു സാധനം വാങ്ങിയിട്ട് അവിടെ ഇടുന്നത് രണ്ടാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒരുപാട് പേർക്കും ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കുറച്ച് ഹോം ബിഹേവിയർ റെമഡീസ് നോക്കിയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇതെല്ലാം കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത്. കുറേ ചൈനക്കാരുടെയും കൊറിയക്കാരുടെയും ഒക്കെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് അവരിങ്ങനെ കാണിക്കും ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ. അത് കമ്പ്യൂട്ടർ ട്രിക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവും, അത്രയ്ക്കുള്ള ബോധമില്ലേ.
പക്ഷെ അത് DIY ആയതുകൊണ്ട് ചെയ്ത് നോക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണും. കാരണം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാനൊരു ഇഷ്ടം കാണും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് നോക്കുന്നതെന്ന് പറയും. പക്ഷെ ഞാനും ആ കൗതുകം കൊണ്ട് ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്, അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചത് കൊണ്ട്, പിന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് റിസർച്ച് അതിലോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് എനിക്കറിയാം DIY വേണം, അത് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് DIY കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ DIY പറഞ്ഞുതരാം, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ കടലമാവില്ലേ, കടലമാവ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് തൈര് മിക്സ് ചെയ്യും. എന്നിട്ട് കാൽമുട്ടിലും കൈമുട്ടിലും ഒക്കെ ഒന്ന് തേച്ചിട്ട്, നമുക്ക് കറുപ്പ് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ ഒന്ന് തേച്ചിട്ട് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ വെക്കുക. എന്നിട്ട് കഴുകിക്കളയാം. പിന്നെ നിങ്ങൾ ഒരുപാട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചിട്ട് കഴുകി കളഞ്ഞിട്ട് അപ്പം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും മറക്കണ്ട. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി അലർജി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ചെറിയ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നതുകൊണ്ടും തെറ്റില്ല. ഇത് യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് കോഫി സ്ക്രബ് യൂസ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ എടുത്ത് പറയണമെന്ന് വിചാരിച്ചാൽ. കോഫി സ്ക്രബ് കാരണം ആ ഒരു തരി കാണുമല്ലോ, അതുകൊണ്ടാണ് കോഫി സ്ക്രബ് യൂസ് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ ലിറ്ററലി നമ്മൾ കടലമാവ് പൊടിക്കുന്ന ആ ഒരു പൊടിയിൽ അത്രയും പൊടിച്ചിട്ടുള്ള കോഫി ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് കുഴപ്പമില്ല. അല്ലാണ്ട് തരിതരിയായിട്ടിരിക്കുന്ന കോഫി യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും കറുപ്പ് എന്തുകൊണ്ട് വരുന്നു, അത് എങ്ങനെ മാറ്റാം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, ഇതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു. ഇതെൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തത്. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണം, ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരും. അപ്പൊ ഞാൻ വരുന്നത് അറിയണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും വേണം. അപ്പൊ ചിന്തയിലേക്ക് സൈഡിൽ